26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. 50 രൂപയുടെയോ 100 രൂപയുടെയോ പഴയ നോട്ടുകൾ നിങ്ങളുടെ കൈവശമുണ്ടോ? എങ്കിൽ അവ നിങ്ങളെ രക്ഷാധിപതിയാക്കിയേക്കാം. കാരണം അത്തരം നോട്ടുകൾക്കായി ലക്ഷങ്ങളും കോടികളും നൽകാൻ കളക്ടർമാർ തയ്യാറാകുന്ന ഒരു വിപണി ഇന്ന് ഇന്ത്യയിൽ സജീവമാണ്. നിങ്ങളുടെ കയ്യിൽ പഴയ നോട്ടുകളുണ്ടോ? പ്രത്യേകിച്ച് വീട്ടിലെ പഴയ അലമാരകളിലോ പെട്ടികളിലോ പേഴ്സുകളിലോ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പഴയ 50ന്റെയും 100ന്റെയും നോട്ടുകൾ ഒന്ന് ഓർത്തെടുത്തേക്ക്. ചിലപ്പോൾ നിങ്ങളെ ലക്ഷാധിപതിയാക്കിയേക്കും. കാരണം ലക്ഷങ്ങളോ കോടികളോ വില ലഭിച്ചേക്കാവുന്ന അമൂല്യ വസ്തുക്കളാണ് ഇന്ന് 50ന്റെയും 100 രൂപയുടെയും നോട്ടുകളെന്ന റിപ്പോർട്ടുകൾ. യാതൊരുവിധ നിക്ഷേപവുമില്ലാതെ തന്നെ വലിയ ലാഭം കൊയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ പഴയ ഇന്ത്യൻ കറൻസി നോട്ടുകളോടുള്ള താൽപര്യം വർദ്ധിപ്പിച്ചതോടെ ഉടമകൾക്ക് കൈവന്നിരിക്കുന്നത്. അതായത് അപൂർവമായ സീരിയൽ നമ്പറുകൾ, പ്രിന്റിംഗ് പിശകുകൾ, നന്നായി സംരക്ഷിക്കപ്പെട്ട പഴയ ഡിസൈനുകൾ എന്നിവയുള്ള നോട്ടുകൾക്കായി കളക്ടർമാർ വലിയ തുക നൽകാൻ തയ്യാറായതോടെ കറൻസി വിപണി സജീവമായിരിക്കുന്ന കാഴ്ചയാണുള്ളത്. ഇത് വലിയ തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കും. അപൂർവമായതോ സാംസ്കാരികമായി പ്രാധാന്യമുള്ളതോ ആയ സീരിയൽ നമ്പറുകളാണ് നോട്ടുകളുടെ മൂല്യം ഇരട്ടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 7, 8, 6 പോലുള്ള നമ്പറുകൾക്ക് വിപണിയിൽ വലിയ മൂല്യമാണുള്ളത്. ഇത്തരം നമ്പറുകളടങ്ങിയ നോട്ടുകളുടെ വില അവയുടെ യഥാർത്ഥ മൂല്യത്തേക്കാൾ പല മടങ്ങ് വർദ്ധിപ്പിക്കും. സാധാരണയായി ഉപയോഗിക്കുന്ന 5, 10, 20, 100 രൂപ നോട്ടുകളിലെ അവസാന 3 അക്കങ്ങളാണ് കളക്ടർമാർ പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. 7, 8, 6 എന്ന നമ്പറിലോ സമാനമായ മറ്റ് കോമ്പിനേഷനുകളിലോ വരുന്ന നമ്പറുകൾക്ക് അല്ലെങ്കിൽ നോട്ടുകൾക്ക് വലിയ ഡിമാൻഡാണ് ലഭിക്കാറുള്ളത്. പുതിയ സീരീസുകൾ നിലവിൽ വരികയും പഴയവയുടെ വിതരണം കുറയുകയും ചെയ്തതോടെ പഴയ ഡിസൈനിലുള്ള 50 രൂപ നോട്ടുകൾക്ക് വിപണിയിലെ വലിയ ആവശ്യക്കാരാണ് ഇപ്പോഴുള്ളത്. അപൂർവമായ സീരിയൽ നമ്പറോ പ്രിന്റിംഗ് പിശകോ ഉള്ള കീറാത്തതും ഉപയോഗിക്കാത്തതുമായ ഒരു പഴയ 50 രൂപ നോട്ടിന് ഏകദേശം 1000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെയും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോടികൾ വരെയും ലഭിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. കീറലുകളോ കറകളോ കടുത്ത മടക്കുകളോ ഇല്ലാത്ത നോട്ടുകളാണ് വാങ്ങുന്നവർക്ക് താൽപര്യം. നോട്ടിന് അപൂർവത കൂടുന്തോറും കൂടുതൽ തുക നൽകാൻ വാങ്ങുന്നവർ സന്നദ്ധരാകും. ഇത്തരം നോട്ടുകൾ വിൽക്കുന്നതിനായി മാത്രമുള്ള പ്രത്യേക ഓൺലൈൻ വിപണികളും ഇപ്പോൾ നിലവിലുണ്ട്. ഉടമകൾക്ക് നോട്ടുകളുടെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാനും തങ്ങൾക്ക് ആവശ്യമുള്ള വില നിശ്ചയിക്കാനും വാങ്ങുന്നവരുമായി നേരിട്ട് ചർച്ചകൾ നടത്താനും ഇതിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. വിൽക്കുന്നവർക്ക് വില നിശ്ചയിക്കുന്നതിൽ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും നിലവിലുള്ള വിപണി പ്രവണതകൾ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. എന്തായാലും ഈ മേഖലയിൽ താൽപര്യം വർദ്ധിച്ചതോടൊപ്പം തട്ടിപ്പ് ശ്രമങ്ങളും വ്യാപകമായിട്ടുണ്ട്. പെട്ടെന്ന് വാങ്ങുന്നവരെ കണ്ടെത്തി നൽകാമെന്നോ അല്ലെങ്കിൽ വലിയ തുകകൾ നൽകാമെന്നോ വാഗ്ദാനം ചെയ്തതുകൊണ്ട് പലതരത്തിലുള്ള വ്യാജ കോളുകളും ലഭിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർക്ക് യാതൊരു കാരണവശാലും ബാങ്കിംഗ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയോ മുൻകൂട്ടി പണം നൽകുകയോ ചെയ്യരുതെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.